വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ബിഗ് ബോസ് സീസൺ 7 കുറിച്ചാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ 8 മത്സരാർത്ഥികളാണ് ഷോയിൽ ഉള്ളത്. ഗ്രാൻഡ് ഫിനാലയിലേക്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ വിജയിച്ചത് വഴി നൂറയാണ് നേരിട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ആഴ്ച ബിഗ് ബാങ് വീക്കായിരുന്നു. ഓരോ ടാസ്കും വിജയിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം അവർക്ക് സ്വന്തമാക്കാനുള്ള ആഴ്ചയും കൂടിയായിരുന്നു ഈ ആഴ്ച. എന്നാൽ വീട്ടിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഷോയുടെ തുടക്കം മുതലേ പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൂട്ടുകെട്ടായിരുന്നു അനീഷിൻ്റെയും അനുമോളുടെയും. ആദ്യ ദിനങ്ങളിൽ വലിയ സൗഹൃദം ഒന്നും തന്നെ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് പലപ്പോഴും അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ അനീഷ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് 9 ദിവസം മാത്രം ബാക്കി നിൽക്കെ അനുമോളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് അനീഷ്. ഇന്നത്തെ രാവിലത്തെ പ്രൊമോയിലാണ് അത് കാണിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്കത് കാണാൻ കഴിയും. ഇന്ന് രാവിലെയാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത്. എന്നെപ്പറ്റി എന്താണ് അനുമോളുടെ അഭിപ്രായം എന്നാണ് അനീഷ് ആദ്യം അനുമോളോട് ചോദിക്കുന്നത്. ഇതിന് മറുപടിയായി, ആദ്യം വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അനീഷ് ചേട്ടൻ എന്നാണ് അനുമോളുടെ മറുപടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷും ചോദിക്കുന്നു. ചിരിച്ചുകൊണ്ട് അമ്മേ എന്ന് പറഞ്ഞ ഞെട്ടലോടെ, അമ്മേ എന്നൊരു ഞെട്ടൽ മാത്രമാണ് അനുമോളുടെ ആദ്യത്തെ പ്രതികരണം. അതിനുശേഷം മറുപടിയൊന്നും ഇല്ലാതായപ്പോൾ അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. ഇരുവരുടെയും സംഭാഷണത്തിൻ്റെ പ്രൊമോ വീഡിയോയാണ് ബിഗ് ബോസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൂടാതെ എന്തായാലും അനുമോൾ എന്ത് മറുപടി പറയും എന്നറിയില്ല. അനീഷ് ചേട്ടനെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആദിലയോട് ഇങ്ങനെ ചെന്ന് പറയുന്നുണ്ട്, ഞാൻ അനീഷ് ചേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അനുമോൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതുപോലെ ചിലർ പറയുന്നത് ഇത് അനീഷിൻ്റെ ഒരു ഗെയിമാണെന്നാണ്, ചിലർ പറയുന്നത് ഇതൊരു പ്രാങ്കാണെന്നും പറയുന്നതുണ്ട്. പക്ഷേ ചില ആൾക്കാർ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന അനീഷിൻ്റെ PR വർക്കേഴ്സ് എല്ലാവരും പറയുന്നത് ഇല്ല, അനീഷ് ആത്മാർത്ഥമായിട്ടാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു വിവാഹാഭ്യർത്ഥനയിലൂടെ അനുമോളുടെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും കിട്ടാതിരുന്നപ്പോൾ തന്നെ അനീഷ് പിന്നെ ആരോടും ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് അനീഷ് അനുമോളുടെ പേരാണ് ജയിലിലേക്ക് പോകണം എന്ന് പറയുന്നത്. എന്നാൽ അടുക്കളയിലെ വിഷയങ്ങളാണ് അനീഷ് പറയുന്നത്. അതുപോലെ തന്നെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആകാംക്ഷയോടെ എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. ഓക്കെ, ബൈ.